ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതും അതുപോലെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഒരു 2 to 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ചെറിയ 4 ഉള്ളി നീളത്തിൽ അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഉള്ളി നന്നായിട്ട് കൈവിടാതെ ഇളക്കി ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതാണ് മുട്ടക്കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് വീണ്ടും വീണ്ടും ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി നന്നായിട്ട് ഇങ്ങനെ വെന്തുടയണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉള്ളിയും തക്കാളിയും ഒക്കെ എത്രത്തോളം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം കറിയുടെ ടേസ്റ്റ് കൂടും എന്നുള്ളതാണ്. അപ്പോ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഇരുവശങ്ങളിലേക്കും ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുവാണ്. ഇനി ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി, ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണിൽ 1/4 സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ മീറ്റ് മസാല കൂടെ ചേർക്കുവാണ്. ഇനി ഈ പൊടികളൊക്കെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് മസാലപ്പൊടികൾ ചേർത്താൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് ആ ഉള്ളിയുടെയും തക്കാളിയുടെയും ഒക്കെ ആക്ച്വൽ ടേസ്റ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോ വളരെ കുറച്ച് മസാലപ്പൊടികൾ ചേർക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സെക്കൻഡ്സ് മാത്രം ഇതൊന്ന് അടച്ചു വെക്കുക. ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മാത്രം മതി. ഇനി നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ സാധാരണ ഒരു ചായ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീണ്ടും തിളച്ചു കഴിയുമ്പോൾ അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും അടച്ചു വെക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഒരു 3-4 ടൈംസ് ചെയ്യാം. ഇത് ഇത്രമാത്രം പറയാനൊക്കെ ഉണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. എന്നാലും ആ ഒരു ടൈമിംഗ് മനസ്സിലാവാൻ പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല. മല്ലിയിലയൊക്കെ ചേർക്കുന്നവരുണ്ട്. ഞാൻ അതൊന്നും തന്നെ ചേർക്കുന്നില്ല. നമുക്ക് ആ മസാലയിലേക്ക് ഒന്ന് പൊതിഞ്ഞു വെച്ചിട്ട് വീണ്ടും അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് വീണ്ടും ഇളക്കി വീണ്ടും അടച്ചു വെച്ച് മുട്ടയിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് മസാലപ്പൊടികളെ ചേർത്തിട്ടുള്ളൂ എങ്കിലും കറിക്ക് നല്ല കളർ ഉണ്ടല്ലേ. അപ്പോ താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.